ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ധോത്തിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഷർട്ടും ഒരു ധോത്തിയും കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂബോൺ ബേബിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ധോത്തിയുടെ സ്റ്റിച്ചിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഷർട്ടിൻ്റെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ മുണ്ടിനുള്ളത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കസവിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, ടിഷ്യൂ വരുന്നത്. അപ്പം അതിന് നമ്മൾ ലെങ്ത് എന്ന് വെച്ചാൽ ലെങ്ത് എടുത്തിരിക്കുന്നത് 14 ലെങ്ത് 14 ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 13, 14 വരാൻ പാകത്തിന് എടുത്തിട്ടുണ്ട്. ലെങ്ത് വരുന്നത് 32 നമ്മൾ രണ്ട് സൈഡിലൊക്കെ മടക്കി അടിക്കണം. പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റ് അളവ് ഒരു 30 വരും. എന്നിട്ട് നമുക്ക് മുകളിൽ ഒരു പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കസവിൻ്റെ വരുന്നത് നമ്മൾ മുകളിലും കൊടുക്കുന്നുണ്ട്. അതിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കസവിൻ്റെ ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്കും കസവ് വരാൻ പാകത്തിന് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇപ്പം ഒരു 5 ഇഞ്ച് വരാൻ പാകത്തിന് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 5 ഇഞ്ച് വരാൻ പാകത്തിന് ആണ് നമ്മളിവിടെ കസവ് വെച്ച് കൊടുക്കുന്നത്. മുകളിലേക്കുള്ള കസവ് വെച്ച് കൊടുക്കുന്നത് 5 ഇഞ്ച് ഇതുപോലെ മുകളിലും താഴെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കിതാ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് താഴെ ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. താഴ്ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. അടുത്ത സൈഡും നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് മുകളിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള പടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമുക്ക് എന്നിട്ട് അത് പുറത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വീഡിയോ കാണുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. കറക്റ്റായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുത്തത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി 2 സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് മുണ്ടിൽ ഒട്ടിക്കാനുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ മുണ്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒട്ടിക്കുണ്ടല്ലോ, അത് ഒട്ടിക്കാനുള്ളതാണ്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ കിട്ടുന്നിടത്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ 1 മീറ്റർ ഉണ്ട്, നമുക്ക് 1 മീറ്ററിൻ്റെ ആവശ്യമില്ല. അന്നേരം ഞാൻ ആവശ്യത്തിനുള്ളത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാണ് വരുന്നത്. 2 ഒട്ടിക്കാനുള്ളതും മറ്റതും 2 വരുന്നത്. അപ്പം നമുക്കത് ഒന്ന് ഇതുപോലെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം ഉള്ളിലേക്കും ഒരെണ്ണം പുറത്തേക്കുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പം നമുക്ക് ഉൾഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ കസവ് പിടിപ്പിച്ച ഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്, ഉള്ളിലേക്ക് വരുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാലേ നമ്മൾ കറക്റ്റായിട്ട് മുണ്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ ആ കസവ് പിടിപ്പിച്ച സ്ഥലത്ത് ഇതുപോലെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റേതും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അടുത്ത സൈഡും നമ്മളതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മുണ്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ച് നോക്കാം, എവിടെ നിന്ന് എവിടം വരെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. കറക്റ്റായിട്ട് നമ്മളിതുപോലെ മുണ്ട് കൊടുക്കുന്ന പോലെ നമുക്കിതൊന്ന് നോക്കാം, ഒന്ന് വെച്ച് നോക്കാം. അപ്പം നമുക്ക് എവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പം നമുക്കിനി ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തുകൂടിയാണ്, മുണ്ടിൻ്റെ പുറത്തുകൂടിയാണ് ഇതിന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് വെച്ച് നമുക്കതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു ധോത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ സ്പീഡിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. വെറും 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഞാനിതിപ്പോൾ സ്ലോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് വളരെ വേഗത്തിൽ സ്പീഡിന് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. പോയി കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇത്രയും ലെങ്തായിട്ട് തോന്നുന്നത്. വെറും 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുത്തു നോക്കുക, കറക്റ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വരുന്നത് ധോത്തിയുടെ കറക്റ്റ് ലുക്ക് വരുന്നത്. നമുക്ക് ആ കസവൊക്കെ മുകളിലേക്ക് വരും, കറക്റ്റായിട്ടൊക്കെ വരും. ഇതുപോലെ വരും. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഒരുപാട് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.